അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു പൂച്ച കേക്കാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്ക്. പൂച്ചയുടെ ഫേസ് വരുന്ന രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ആ ചേച്ചി നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഐസിങ് നമ്മൾ ക്രീം കോട്ടിങ് ശകലം കട്ടിയിൽ ക്രീം കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാര്യം അല്ലെങ്കിൽ മേളിൽ ഈ ഒരു നോസിൽ ഡിസൈനൂടെ വരുമ്പോഴത്തേന് ഭയങ്കര ക്രീമായിരിക്കും. നമ്മൾ നോർമലായിട്ട് ഫിനിഷ് ചെയ്യുന്ന പോലെ നമ്മളിത് കേക്ക് ഫിനിഷ് ചെയ്യാൻ നിന്നാൽ മുകളിൽ ഈ ഒരു ഡിസൈനിൻ്റെ ക്രീമൂടെ വരുമ്പോഴത്തേന് ഭയങ്കര ക്രീമായിരിക്കും കേട്ടോ. ക്രീമായിരിക്കും ഭയങ്കര കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രീം കോട്ടിങ് ലൈറ്റായിട്ട് ഇച്ചിരി കട്ടിയിൽ മാത്രം ഞാൻ ക്രീം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സൈഡിലും ടോപ്പിലുമായിട്ട് ഈ ഒരു ഡിസൈനിൽ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം വൈറ്റിലും ലൈറ്റ് പിങ്ക് കളറിലുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മേളിലും താഴെയായിട്ട് സൈഡിൽ ഞാനിങ്ങനെ പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ ഫുള്ള് വൈറ്റ് കളറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും അതുപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കേക്ക് ഇതിന് മുമ്പും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആദ്യം ഒന്ന് പാളിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ശരിയാക്കി എടുത്തതാണ്. എല്ലാം ഏകദേശം റെഡി ആയപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്ത്, നമ്മുടെ പൂച്ചക്കുട്ടിക്ക് ചെവി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പിന്നെ മേളത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കേട്ടോ. അവിടെ ഭാഗ്യത്തിന് 2 സ്പൂൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. റെഫറൻസിലും അത് തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്പൂൺ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ വാങ്ങിച്ചു കേട്ടോ. ആദ്യം ഒന്ന് പാളിപ്പോയാലും നമ്മുടെ പൂച്ചക്കുട്ടി പിന്നീട് ഉഷാറായി കേട്ടോ. അപ്പം ഈ ഒരു കണ്ണും ഒരു ചുണ്ടും വരച്ചു കൊടുത്ത സമയത്ത് എനിക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണും ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ചുണ്ട്. അപ്പം ഏകദേശം വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു കണ്ണൂടെ ഞാൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കണ്ണൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ചുണ്ട് വരച്ചപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ചുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ മൂക്കും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നാക്കും ഇതുപോലെ ഒന്ന് ചുണ്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ചെവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതും ഏകദേശം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് ശരിക്കും നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നത്തെ കേക്കായിരുന്നു കേട്ടോ. അതായത് 27-ാം തീയതി കൊടുക്കാനുണ്ടായിരുന്ന കേക്കായിരുന്നു. അപ്പം ഈ ഒരു കേക്ക് അത്യാവശ്യം നല്ല ഹറിബറി ആയിരുന്നു കേട്ടോ. ഉത്സവത്തിൻ്റെ തിരക്കും ഒക്കെ ആയതുകൊണ്ട് നല്ല ഹറിബറി ആയിരുന്നു. വൈകിട്ട് ഇത് കൊടുക്കുന്ന കാര്യമൊക്കെ ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പം ചേച്ചി ഇതുപോലെ അമ്പലത്തിൽ തൊഴാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കും കൊടുക്കാൻ ഒക്കത്തില്ല, നമുക്കും അമ്പലത്തിൽ പോകണമല്ലോ. അപ്പം ഞാനാണെങ്കിൽ ചേച്ചി പറഞ്ഞിട്ട് പിന്നെ അവരുടെ അടുത്തുള്ളൊരു കടയിലാട്ടോ കാര്യം ഈ ഒരു കേക്ക് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അവിടെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി അത് പോയി എടുത്തു, കേക്ക് കട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ 2 പേരും അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂച്ചക്കുട്ടി തന്നെ ആണോ നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.